Hi everyone, this is me, Casac Benjali, the business coach. പുതിയ വീഡിയോയിലേക്ക് ബിസിനസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് തരാൻ പോകുന്നത്. സോ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കോണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കരുതെന്ന് അപേക്ഷിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വേഗം കിടക്കാം. മറ്റൊന്നുമല്ല, ബിസിനസ് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റിയുടെ പരിധി വരെ മാത്രമേ ഒരു ബിസിനസ്സിന് വളരാൻ പറ്റുള്ളൂ. ജോൺ സി മാക്സ്വെൽ എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ലീഡർഷിപ്പ് ഗുരു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകാർ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ലീഡേഴ്സിനെ കുറിച്ചും ആ ലീഡർഷിപ്പിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് 5 ലെവൽസ് ഓഫ് ലീഡർഷിപ്പ്. ഇതിനെ ഒരു ബിസിനസ്സുകാരൻ്റെ ലീഡർഷിപ്പ് ലെവൽ എന്താണ്, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഏത് ലെവലിലാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഈ വീഡിയോ. വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന 5 ലെവൽ ലീഡർഷിപ്പിനെ കുറിച്ചാണ്. സോ അതിൽ ഒന്നാമത്തെ ലെവൽ ഓഫ് ലീഡർഷിപ്പിന് പറയുന്ന പേരാണ് പൊസിഷണൽ ലീഡർഷിപ്പ്. പൊസിഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങളാണ് അതിൽ ഫണ്ട് ഇറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് കോർഡിനേറ്റ് ചെയ്തോ, നിങ്ങൾ ഇൻവെസ്റ്റർ കൊണ്ടോ, നിങ്ങളാണ് അതിൻ്റെ ഫൗണ്ടർ. സോ നിങ്ങൾ ആരാണ് ബിസിനസ്സിൽ? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈറ്റിൽ കൊടുക്കും. ഒന്നുകിൽ CEO എന്ന് കൊടുക്കും, ജനറൽ മാനേജർ എന്ന് കൊടുക്കും, മാനേജിംഗ് ഡയറക്ടർ എന്ന് കൊടുക്കും, ചെയർമാൻ എന്ന് കൊടുക്കും. നിങ്ങൾ എന്ത് പേരും കൊടുക്കും. ബിക്കോസ് നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ആ അധികാരമുള്ള ലീഡറെയാണ് നമ്മളെന്ത് പറയുന്നത്? പൊസിഷണൽ ലീഡർ. ഈ പൊസിഷൻ ലീഡർ ആവുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല. നിങ്ങളുടെ ഒരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങൾക്കൊരു പൊസിഷൻ കിട്ടുന്നു. ആ പൊസിഷൻ കിട്ടുന്ന ആദ്യത്തെ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊസിഷണൽ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പൊസിഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ലീഡർ ആവാനുള്ള അവസരമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം, ലീഡർഷിപ്പ് കപ്പാസിറ്റി ഗ്രാബ് ചെയ്യാം, എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങളൊരു പൊസിഷണൽ ലീഡറായിട്ട് നിൽക്കുന്ന സമയത്ത് ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്, നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരിക്കില്ല, മറിച്ച് അത് ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട്. അതായത് നിങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള അധികാരമുള്ളത് കൊണ്ട്, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷനോ സാലറി കട്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആളുകൾ നിങ്ങൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ലീഡറെയാണ് നമ്മളെന്ന് പറയുന്നത് പൊസിഷണൽ ലീഡർ എന്ന് പറയുന്നത്. സോ പൊസിഷണൽ ലീഡറാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ എംപ്ലോയീസിന് ലോ പ്രൊഡക്ടിവിറ്റിയാണ് ഉണ്ടാവുക. കാരണം അവർ പേടിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. നിങ്ങളോട് ഇഷ്ടം കൊണ്ടല്ല വർക്ക് ചെയ്യുക. ഞാനൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു ടീമാണെന്നുള്ള ഒരു ഫീലും ഉണ്ടാവില്ല. അവർ 9 മണിക്ക് വരുന്നതും 5 മണിക്ക് പോകുന്നതും അവരുടെ കടമ പോലെ അവർ നിർവഹിക്കും. ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി, ഡിസിപ്ലിനറി ആക്ഷൻ നേരിടാതിരിക്കാൻ വേണ്ടി അവർ പ്രവർത്തിക്കും. മാത്രമല്ല 5 മണിക്ക് ശേഷം അവർ വേഗം ഓടിപ്പോകും. ഒരു 4:30 ആകുമ്പോഴേക്കും ഓടാനുള്ള പ്രിപ്പറേഷനിൽ കാത്തിരിക്കും. 4:45 ആകുമ്പോഴേക്കും പെട്ടെന്ന് ഓടിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നിങ്ങളൊരു പൊസിഷണൽ ലീഡർ ആകുമ്പോഴാണ്. ഒരു പൊസിഷണൽ ലീഡറുടെ കീഴിലാണ് ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ ടീം വളരെ മോശമായിരിക്കും വർക്ക് ചെയ്യുക. അവർ വർക്കിൽ ഫോക്കസ്ഡ് ആയിരിക്കില്ല, ആത്മാർത്ഥത ഉണ്ടാവില്ല, ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും അധികാരം ഉപയോഗിച്ച് വാശിയിലൂടെയോ നിർബന്ധങ്ങളിലൂടെയോ സർക്കുലറുകളിലൂടെയോ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവനല്ല യഥാർത്ഥ ലീഡർ. പക്ഷേ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലീഡർ ആവാനുള്ള അവസരം നൽകുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ ലീഡർ ആവും തുടക്കത്തിൽ നമ്മൾ ഉണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടി നെക്സ്റ്റ് ലെവലിലേക്ക് കയറിയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ്സും അതിനനുസരിച്ച് ഗ്രോ ചെയ്യത്തുള്ളൂ. പൊസിഷണൽ ലീഡറുടെ കീഴിൽ ഒരു ബിസിനസ്സിന് ഒരു പരിധി വരെ വളരാൻ പറ്റുള്ളൂ, മിനിമം ലെവലിലേ വളരുള്ളൂ. കാരണം അയാളെ വിശ്വാസത്തിലെടുക്കാത്ത, അയാൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത സ്റ്റാഫിൽ നിന്ന് അയാളില്ലാത്ത സ്ഥലത്തോ എക്സ്പാൻഷനിലോ പ്രൊഡക്ടിവിറ്റി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് മികച്ച ലീഡറായി നിങ്ങളുടെ ബിസിനസ്സിന് 100 ഇരട്ടി ഗ്രോ ചെയ്യണമെങ്കിൽ പൊസിഷണൽ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല. സോ നിങ്ങളുടെ ലീഡർഷിപ്പ് ലെവൽ പൊസിഷൻ ആണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം, യെസ് മൈ ലീഡർഷിപ്പ് ലെവൽ ഈസ് പൊസിഷണൽ എന്ന് എഴുതണം. Okay, so let's talk about second level leadership. Second level leadership എന്താണ്? സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് പൊസിഷനൊക്കെ കിട്ടി. നമുക്ക് തീർച്ചയായിട്ടും ആദ്യം നമ്മളെ ആളുകൾ പേടിച്ചു, ബോസ് അല്ലേ എന്ന് വിചാരിച്ച് പേടിച്ചു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്നു, അവരുടെ കഴിവ് നമ്മൾ തിരിച്ചറിയുന്നു, അവരുടെ കഴിവുകേട് നമ്മൾ തിരിച്ചറിയുന്നു, അവരെ നമ്മൾ പേഴ്സണലായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. അങ്ങനെ അവരും നമ്മളും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു,
അവർ നിങ്ങളെയും സ്നേഹിക്കുന്നു, നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നു, നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് തമ്മിൽ എപ്പോഴും എന്തും പറയാനുള്ളൊരു ഓപ്പൺനെസ് വരുന്നുണ്ട്, അവർ 5 മണിക്ക് ശേഷം കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളതാണ് ഈ സ്ഥാപനം എന്നുള്ള ഒരു ടീം സ്പിരിറ്റ് വരുന്നു, ഞാനും കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുക. നല്ല എംപ്ലോയി റിലേഷൻഷിപ്പ് ഓപ്പണാണ്, അവരൊരു ഫാമിലി പോലെയാണ്. അയാളുടെ പ്രശ്നങ്ങൾ എന്ത് ഓപ്പണായിട്ട് പറയേണ്ട സാഹചര്യമുണ്ട്, പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ബോസ് എന്നതിനും അപ്പുറത്ത് കൂടെ ഒന്ന് സഹായിക്കും. അങ്ങനെ ബോസിനെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് കഴിവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും, ആത്മാർത്ഥതയോട് വർക്ക് ചെയ്യും, നല്ല രസകരമായൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരിപ്പോഴും വർക്ക് പ്ലേസ് ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ചായ കുടിക്കുന്നു, എല്ലാം ചെയ്യുന്നത് ഭയങ്കര രസകരമായൊരു ടീമായിട്ട് ഫീൽ ചെയ്യും. ഈ ലെവലിനെയാണ് ലീഡർഷിപ്പ്. അപ്പോൾ ഈ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും സ്ഥാപനത്തിൽ എല്ലാവർക്കും ഒരു ടീം സ്പിരിറ്റ് വരും. അവർ ബിയോണ്ട് ടാർഗറ്റ്, ബിയോണ്ട് ടൈം, ബിയോണ്ട് ക്ലോക്ക് അവർ വർക്ക് ചെയ്യും. അവർ ആത്മാർത്ഥമായിട്ട് എൻജോയ് ചെയ്യും. കമ്പാരിറ്റീവ്ലി പ്രൊഡക്ടിവിറ്റി കൂടും. മാത്രമല്ല കൂടുതൽ കാലം സ്റ്റാഫ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യും. പെട്ടെന്ന് റെസിഗ്നേഷൻ ഉണ്ടാവില്ല. കൂടുതൽ ആളുകളും വന്നവർ നിങ്ങളുടെ കൂടെ പോവാതെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ തോന്നും. കാരണം അതൊരു വർക്കിംഗ് കംഫർട്ട് ഉണ്ടാകും. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു രസകരമായിരിക്കും. മാത്രമല്ല നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയ റിലേഷൻഷിപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലീഡർഷിപ്പ് ലെവൽ 2ൻ്റെ ഒരു പരിമിതി, ചില ബിസിനസ് ഓണേഴ്സ് ഒരുപാട് കാലം ഈ ലെവൽ 2 നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ബിസിനസ്സിൻ്റെ ഒരു വലിയ ഗ്രോത്തിൽ ഫോക്കസ്ഡ് ആവാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല ക്യാപ്പബിലിറ്റി ഉള്ള കാലിബറുള്ള ആളുകൾ ലോങ് റണ്ണിൽ നമ്മളെ വിട്ടുപോകും. കാരണം അവർ പറയും, പുള്ളി ആള് പാവമാണ്, നല്ല മനുഷ്യരൊക്കെയാണ്, നല്ല രസമാണ് അവിടെ വർക്ക് ചെയ്യാൻ, പുള്ളി ചായ ഞങ്ങൾ കുടിക്കാൻ പോകും, ട്രിപ്പ് പോകും, എല്ലാം ചെയ്യും. പക്ഷേ നമ്മളുടെ കരിയറിൻ്റെ ഒരു ഗ്രോത്തൊക്കെ പ്രതീക്ഷിക്കുകയാണ്, വലിയൊരു ഗ്രോത്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു അവസരമൊന്നും അവിടെ ഇല്ല. കാരണം ബിസിനസ്സിന് ഒരു പരിധി വിട്ട് ഗ്രോ ചെയ്യുന്നില്ല. കാരണം അയാൾ ഒരു മൊത്തത്തിൽ നല്ലൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം നല്ല ടാലൻ്റ് ഉള്ള ആളുകൾ നിങ്ങളൊരു പൊസിഷണൽ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ, അവിടെ തന്നെ കിടന്നു കഴിഞ്ഞാൽ നല്ല ടാലൻ്റ് ഉള്ള ആളുകൾ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. സോ ഒരു ഘട്ടം കഴിഞ്ഞാൽ പൊസിഷണൽ ലെവലിൽ നിന്ന് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പെർമിഷൻ ലെവലിലേക്ക്, സെക്കൻഡ് ലെവലാണ് ലീഡർഷിപ്പ് ലെവൽ 2 ആണ് പെർമിഷൻ ലെവൽ. സോ പെർമിഷൻ ലെവലിലേക്ക് നമ്മൾ കടന്നിരിക്കണം. കടന്നിട്ടില്ലെങ്കിൽ നമുക്ക് തേർഡിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം തകരും. എന്നാൽ പെർമിഷൻ ലെവലിൽ ഒരുപാട് കാലം കിടക്കരുത്. ആ സെക്കൻഡ് ലെവൽ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ 3ലേക്ക് നമ്മൾ ജമ്പ് ചെയ്തോണം. ആ ലെവൽ 3യുടെ പേരാണ് പ്രൊഡക്ഷൻ ലെവൽ അല്ലെങ്കിൽ റിസൾട്ട് ലെവൽ എന്ന് പറയും. എന്താണ് പ്രൊഡക്ഷൻ ലെവൽ അല്ലെങ്കിൽ റിസൾട്ട് ലെവൽ? ഇറ്റ്സ് വെരി ക്ലിയർ. റിസൾട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ ഒരു ബിസിനസ്സുകാരൻ ഭയങ്കരമായിട്ട് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും, സ്ഥാപനത്തെ വലിയ രീതിയിലേക്ക് ഉയർത്തും. ബിസിനസ് ഒരു 10 ബ്രാഞ്ചുള്ളിടത്തു നിന്ന് 100 ബ്രാഞ്ചിലേക്ക് പോകും. സ്റ്റീവ് ജോബ്സിനെ പോലെ ഒരു ബിസിനസ് സ്ഥാപനത്തെ വലിയ ആഗോള കമ്പനിയാക്കി മാറ്റും. അപ്പോൾ ആളുകൾ നിങ്ങളെ അഡ്മയർ ചെയ്യും, ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യും. യൂസുഫ് അലി സാറെ പോലെ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടും, ആളുകൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടും. കാരണം നിങ്ങൾ ആ സ്ഥാപനത്തിന് വലിയ വലിയ സക്സസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ലെവൽ 3ലേക്ക് നമ്മളൊരു ലീഡറായി എത്തുമ്പോഴേക്കും നിങ്ങൾ റിസൾട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. വെറുതെ സമയം കളയില്ല. എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. എല്ലാവരും ഹൈ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. എല്ലാവർക്കും പ്രോസസ്സുകൾ ഉണ്ടാവും. എല്ലാവരും മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യും. എല്ലാവർക്കും വലിയ 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 ബിസിനസ് നേട്ടങ്ങളും ഉയരങ്ങളും എല്ലാം ഈ ലീഡറുടെ കീഴിൽ നേടിക്കൊടുക്കും. അതുപോലെ തന്നെ ബിസിനസ് ഇതുവരെ ചെയ്യാത്ത നേട്ടങ്ങളൊക്കെ നേടും. എല്ലാവരും ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്യും, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും, വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും, വലിയ റെക്കോർഡുകൾ ഉണ്ടാക്കും. ആ ലെവലിൽ റിസൾട്ട് ഫോക്കസ് ചെയ്യുകയും വലിയ ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്ന ലീഡറെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ലീഡർ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം ആ ലെവലിലേക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഇങ്ങനെ നേടി പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ആ ബിസിനസ്സിനെ പ്രൊഡക്ഷൻ ലെവൽ ലീഡർഷിപ്പ് സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സ്ഥാപനം വലിയ ഉയരത്തിലേക്ക് ഗ്രോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ടീമിന് എല്ലാവർക്കും ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും, പൊളിറ്റിക്സ് ഉണ്ടാവില്ല. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെ വലിയ റിസൾട്ടിലേക്ക്, വലിയ വിജയത്തിലേക്ക് വർക്ക് ചെയ്യും. സോ നിങ്ങൾ 3ാമത്തെ ലെവൽ ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വളരെ വേഗത്തിൽ കുതിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും. നിങ്ങൾ ലെവൽ 3യിലാണ് ലീഡർ എങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇസ് മൈ ലീഡർഷിപ്പ് ലെവൽ ഈസ് ലെവൽ 3. ഇനിയാണ് ലെവൽ 4. ലെവൽ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പീപ്പിൾ ലീഡർഷിപ്പ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ലീഡർഷിപ്പ് എന്നും പറയും. ലെവൽ 4 ലീഡറുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, താൻ ലെവൽ 3യിൽ നിൽക്കുന്ന സമയത്ത് ബിസിനസ് സ്ഥാപനത്തിന് വലിയ ഗ്രോത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? യെസ്, അതുപോലുള്ള വലിയ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിവുള്ള ലീഡേഴ്സിനെ തൻ്റെ കീഴിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. ലെവൽ 3 ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് സൂപ്പർ സക്സസ് ആയി ഞാൻ കൊണ്ടു നടക്കുകയാണ്, അപ്പോൾ ഞാൻ അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങാൻ പോവാണ്.
അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്നെപ്പോലെ തന്നെ ഇതുപോലെ സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ അപ്പുറത്ത് കൺസ്ട്രക്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് പ്രോസസ്സ് ഉണ്ടാക്കി എങ്ങനെയാണ് ലീഡ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ്, ആ ലീഡർഷിപ്പ് ലെവലിനെയാണ് നമ്മളെന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ലീഡർ എന്ന് പറയുന്നത്. സോ ഒരു സ്ഥാപനം പരിധികൾക്കപ്പുറത്തേക്ക് വളരുന്നത്, ഒരു സ്ഥാപനം 100-500 ബ്രാഞ്ചുകളായിട്ട് വളരുന്നത് എപ്പോഴാണെന്നറിയോ? ആ സ്ഥാപനത്തിലെ ലീഡർ ഒരു റീപ്രൊഡക്റ്റീവായിട്ടുള്ള ഹൈ കോമ്പിറ്റൻ്റ് ആയ ലെവൽ 4 ലീഡർ ആകുമ്പോഴാണ്. ലെവൽ 4 ലീഡർ ആകുമ്പോൾ ആ സ്ഥാപനത്തിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും. ഫോളോവേഴ്സ് അല്ല, ലീഡേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് വലുതാക്കുക എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ഈസി ആയിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള ലീഡേഴ്സിനെ ലെവൽ 4 ലീഡർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിരന്തരമായിട്ട് പ്രോസസ്സ് ബിൽഡ് ചെയ്യും. അപ്പോൾ ഒരു സ്ഥാപനം ഒരു ഓട്ടോ പൈലറ്റിൽ റൺ ചെയ്യും, ഓട്ടോ ഗ്രോയിങ്ങിലേക്ക് പോകും, പല സ്ഥലങ്ങളിൽ പല ബ്രാഞ്ചുകളായിട്ട് ബിസിനസ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം അതൊക്കെ കൊണ്ടു നടക്കാൻ കേപ്പബിളായ ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉയരുമ്പോഴാണ് ലെവൽ 4 ലീഡർഷിപ്പിൽ നമ്മൾ എത്തുന്നത്. ആ ലെവൽ 4 ലീഡർ എത്തുന്നതോടുകൂടിയിട്ട് നമ്മുടെ സ്ഥാപനം വളരെ മികച്ച രീതിയിൽ ഗ്ലോബലി വളരും. ഇനി ലെവൽ 5 ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് അതുക്കും മേലെയാണ്. നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ കാലത്തിന് ശേഷവും നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും വലിയ ഉയരത്തിൽ എത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് ലെവൽ 4 ലീഡേഴ്സിനെ ഉണ്ടാക്കുന്ന ലീഡേഴ്സിനെ സൃഷ്ടിക്കുന്നവനാണ് ലെവൽ 5 ലീഡർ. ലെവൽ 5 പറയുന്ന പേരാണ് പിനാക്കിൾ അല്ലെങ്കിൽ പേഴ്സൺഹുഡ്. അതൊരു വളരെ ആരാധന തോന്നുന്ന വളരെ ഉന്നതനായ നേതാവാണ്. അതായത് സ്ഥാപനം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടാകും, സ്ഥാപനത്തെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റും ലീഡർ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇനി അതിനുശേഷം വലിയ ലീഡേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നവനാണ് ലെവൽ 5 ലീഡേഴ്സ്. ലെവൽ 5 ലീഡർഷിപ്പിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മുടെ സ്ഥാപനം ഒരു വലിയ ഗ്രോത്തിലേക്ക് ഉണ്ടാകും. നമ്മുടെ സ്ഥാപനം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, നമ്മളെക്കാളും മികച്ച രീതിയിൽ അത് വളരുക തന്നെ ചെയ്യും. നമ്മൾ ഉണ്ടാക്കിയതിനേക്കാളും വലിയ സക്സസിലേക്ക് എത്തും. കാരണം ഒരു പിനാക്കിൾ ലീഡർ അല്ലെങ്കിൽ ഒരു പേഴ്സൺഹുഡ് ലീഡറുടെ ഏറ്റവും വലിയ കഴിവ് അയാൾ ഉണ്ടാക്കിയ സ്ഥാപനം അയാൾക്ക് ശേഷമായിരിക്കും ആ സ്ഥാപനം അയാൾ ഉണ്ടാക്കിയതിനേക്കാളും വലിയ ഉയരത്തിലേക്ക് എത്തുന്നത്. കാരണം അയാൾക്ക് ശേഷം അയാളുടെ സ്ഥാപനം അയാൾ ഉണ്ടാക്കിയതിനേക്കാളും വലിയ ഉയരത്തിലെത്താൻ ആവശ്യമായ മികച്ച ലീഡേഴ്സിനെ ആ കാലയളവിൽ അയാൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടാകും. അയാളാണ് പിനാക്കിൾ ലീഡർ. അവിടെ മൊറയിലുണ്ടാകും, ഹൈ റിസൾട്ട് ഉണ്ടാകും, ലീഡർഷിപ്പ് ഒരു കൾച്ചറായി മാറും, പേഴ്സണൽ റെസ്പെക്റ്റ് ഉണ്ടാകും, അതൊരു ഗ്രോത്ത് ഉണ്ടാകും, ആ സ്ഥാപനത്തിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാകും. സോ നിങ്ങളുടെ ലീഡർഷിപ്പ് ലെവൽ ബിസിനസ്സിൽ ഇതിലേതാണ് എന്ന് അനലൈസ് ചെയ്യുക. ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത 2024 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ നിങ്ങളുടെ സ്ഥാപനം 5 കോടിയുടെ മുകളിലുള്ളൊരു സ്ഥാപനമാണ്. 5 കോടിയിൽ നിന്ന് 500 കോടിയിലേക്കോ 1000 കോടിയിലേക്കോ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ല സ്ട്രാറ്റജികളിലൂടെ, പീപ്പിൾ സ്ട്രാറ്റജിയിലൂടെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ, ബ്രാൻഡിങ് സ്ട്രാറ്റജിയിലൂടെ, പ്രൊഡക്ഷൻ, കസ്റ്റമർ സർവീസ് കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കി ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഓട്ടോ പൈലറ്റ് ബിസിനസ് ബിൽഡ് ചെയ്ത് 5 കോടിയിൽ നിന്ന് 500 കോടിയിലേക്ക് അല്ലെങ്കിൽ 50 കോടി ചെയ്യുന്ന ഒരാൾ 5000 കോടിയിലേക്ക് ബിസിനസ്സിനെ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? വളരെ മികച്ച രീതിയിൽ സ്കെയിലപ്പ് സ്ട്രാറ്റജി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള ടീമിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ടീമിനും കൂടെ അടുത്തൊരു വർഷം എൻ്റെ കൂടെ നിന്നുകൊണ്ട് ബിസിനസ് കോച്ചിങ്ങിൻ്റെ ഏറ്റവും എഫക്റ്റീവായ ബാലപാഠങ്ങൾ പഠിക്കാം. ചാണക്യ പ്രീമിയം കോച്ചിങ്ങിൻ്റെ സീസൺ 3 അത് പുതിയ ബാച്ച് സീസൺ 3 അല്ലെങ്കിൽ 3rd ബാച്ച് തുടങ്ങുന്നത് ജനുവരി 1 കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇനി നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്റ്റാർട്ടപ്പുകാർക്ക് വേണ്ട അല്ലെങ്കിൽ 5 കോടിയുടെ താഴെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ് കോച്ചിങ് ഉണ്ട്. അതിൻ്റെ പർപ്പസ് 0യിൽ നിന്ന് 50 കോടിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കറക്റ്റ് കോച്ചിങ്, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, ബിസിനസ് പൊസിഷനിങ് എല്ലാം പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. രണ്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രാക്ടിക്കൽ കോച്ചിങ് ആണ്. കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. സോ ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കോച്ചിങ് ഉണ്ട്, ബിസിനസ് ചാണക്യ ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന പ്രീമിയം കോച്ചിങ് ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന്. ഞാൻ കസാക് ബെഞ്ചാലി, ദ ബിസിനസ് കോച്ച്.